എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 1-ാമത്തെ സർഗത്തിലെ 41 മുതൽ 46 വരെയുള്ള 6 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അവിടെ വെച്ച് ആരെയൊക്കെയാണ് കണ്ടത് എന്നുള്ളതൊക്കെയാണ് വർണ്ണിക്കുന്നത്. 41 മുതൽ 43 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. പ്രവിശ്യതു മഹാരണ്യം രാമോ രാജീവലോചന വിരാധം രാക്ഷസം ഹത്വാ ശരഭംഗം ദദർശഃ സുതീക്ഷ്ണം ചാപ്യഗസ്ത്യം ച അഗസ്ത്യഭ്രാതരം തഥാ അഗസ്ത്യവചനാച്ചൈവ ജഗ്രാഹ ഇന്ദ്രം ശരാസനം ഖഡ്ഗം ച പരമപ്രീതസ്തൂണീജാക്ഷയസായകൗ വസതസ്തസ്യ രാമസ്യ വനേ വനചരൈ സഹ. ഇവിടെ 41-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, രാജീവലോചന രാമ മഹാരണ്യം പ്രവിശ്യത്തു. രാജീവലോചനായിട്ടുള്ള താമരക്കണ്ണനായിട്ടുള്ള ആ ശ്രീരാമൻ മഹാരണ്യം പ്രവിശ്യ മഹാരണ്യത്തിലേക്ക് പ്രവേശിച്ചിട്ട് ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ ആദ്യം ഒരു അസുരനെ വധിക്കുകയുണ്ടായത്, ഒരു രാക്ഷസനെ വധിക്കുകയുണ്ടായത്. ആ രാക്ഷസൻ്റെ പേരായിരുന്നു വിരാധനെന്ന്. അതാണ് വിരാധം രാക്ഷസം ഹത്വ. വിരാധൻ എന്നു പേരുള്ള രാക്ഷസനെ വധിച്ചിട്ട് ഓരോരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ദണ്ഡകത്തിൽ ചെന്നിട്ട് വിരാധൻ എന്നു പേരുള്ളൊരു രാക്ഷസനെ വധിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ശരഭംഗം ദദർശ, ശരഭംഗൻ എന്നു പേരുള്ള ഒരു മഹർഷിയെ കണ്ടു. ഇനിയും കുറേ മഹർഷിമാരെ കാണുന്നുണ്ട്. ആദ്യം കണ്ടത് ശരഭംഗനെയാണ്. അതിനുശേഷം സുതീക്ഷ്ണം ച അഗസ്ത്യം ച അഗസ്ത്യഭ്രാതരം തഥാ, അതൊക്കെ ദദർശ എന്നുള്ളത് കൂട്ടിച്ചേർത്ത് പറയണം. ആദ്യം ശരഭംഗനെ കണ്ടു, അതിനുശേഷം സുതീക്ഷ്ണം ദദർശ, അതിനുശേഷം അഗസ്ത്യം അഗസ്ത്യഭ്രാതരം ച ദദർശ. അഗസ്ത്യൻ്റെ ഭ്രാതാവ് സഹോദരൻ ആരാണെന്ന് പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ 4 മഹർഷിമാരെ അവിടെ വെച്ച് കണ്ടു. ശരഭംഗനെ കണ്ടു, സുതീക്ഷ്ണനെ കണ്ടു, അഗസ്ത്യനെ കണ്ടു, അഗസ്ത്യൻ്റെ സഹോദരനായിട്ടുള്ള മറ്റൊരു മുനിയെയും കണ്ടു. അങ്ങനെ അവരെയൊക്കെ കണ്ടു. അതിൽ വെച്ച് വളരെ പ്രധാനിയായിട്ടുള്ളൊരു മുനിയാണ് അഗസ്ത്യൻ. അപ്പോൾ അഗസ്ത്യൻ എന്താ ചെയ്തത്? അഗസ്ത്യവചനാച്ചൈവ ജഗ്രാഹ ഐന്ദ്രം ശരാസനം. അഗസ്ത്യൻ്റെ വാക്കുകൾ കേട്ടിട്ട്, അഗസ്ത്യൻ പറഞ്ഞതനുസരിച്ച്, അല്ലെങ്കിൽ അഗസ്ത്യനിൽ നിന്ന്, അഗസ്ത്യനാണ് അനുഗ്രഹിച്ചു കൊടുത്തത് എന്നും പറയുന്നുണ്ട്. അഗസ്ത്യൻ്റെ വാക്കുകൾ എന്നാണ് അഗസ്ത്യ വചനാത് എന്നുള്ള വാക്ക് ആ വരി കേട്ടാൽ തോന്നുക. വ്യാഖ്യാനത്തിൽ അഗസ്ത്യൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ എന്നും കാണുന്നുണ്ട്. അഗസ്ത്യനിൽ നിന്ന് എന്താ കിട്ടിയത് രാമന്? അതാണ് ഐന്ദ്രം ശരാസനം ജഗ്രാഹ. ഐന്ദ്രം ശരാസനം എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ നൽകിയ അമ്പും വില്ലും കിട്ടി. അതായത് അഗസ്ത്യൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇന്ദ്രനിൽ നിന്ന് അമ്പും വില്ലും ശ്രീരാമന് കിട്ടുന്നുണ്ടായി. ഈ കാട്ടിൽ വച്ചിട്ട് അഗസ്ത്യനാണ് അനുഗ്രഹം കൊടുത്തത്. ഇന്ദ്രൻ്റേതായിട്ടുള്ള അമ്പും വില്ലും ശ്രീരാമന് കിട്ടുകയും ചെയ്തു. അവിടെ ഇന്ദ്രൻ വന്നോ ഇല്ലയോ എന്നൊന്നും പറയണില്ല, ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണല്ലോ ആ വില്ലിനും അമ്പിനുമൊക്കെ ഐന്ദ്രം എന്നു പേര് വന്നത്. അങ്ങനെ ഇന്ദ്രസംബന്ധിയായിട്ടുള്ള അമ്പും വില്ലും അഗസ്ത്യൻ്റെ അനുഗ്രഹം കൊണ്ട് ശ്രീരാമന് കിട്ടുകയുണ്ടായി. ഇവിടെ ഐന്ദ്രം ശരാസനം, ശരാസനം എന്ന് പറഞ്ഞാൽ വില്ല് എന്ന് തന്നെയാണ് അർത്ഥം. ഇനി അതോടൊപ്പം തന്നെ ഖഡ്ഗം ച പരമപ്രീത തൂണീ ച അക്ഷയസായകൗ. മറ്റു 2 കാര്യങ്ങൾ, മറ്റു 2 ആയുധങ്ങൾ കൂടി കൊടുക്കണ്ടായി. അതൊക്കെ പ്രത്യേക ഉദ്ദേശത്തോട് കൂടിയിട്ടാണെന്ന് പിന്നെ നമുക്ക് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ആയുധങ്ങൾ, ആദ്യത്തെ അമ്പ് കൊടുത്തു, വില്ല് കൊടുത്തു. അമ്പ് കൊടുത്തു എന്ന് പറയണില്ല, അമ്പ് വില്ല് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അമ്പ് കൂടി കിട്ടും. പക്ഷേ അതിന് വേണ്ടിയിട്ട് വേറൊരു വാക്കാണ് പറയണത്. അത് ഈ വരിയിലുണ്ട്, നമുക്കത് പറയാം. ഖഡ്ഗം എന്ന് പറഞ്ഞാൽ വാളാണ്. അഗസ്ത്യൻ്റെ എന്താണ് പറയുക, അനുഗ്രഹത്തോട് കൂടിയിട്ട് ഒരു വാളും കിട്ടി. അതുപോലെ തന്നെ പരമപ്രീതനായിട്ടുള്ള ആ അഗസ്ത്യൻ പരമപ്രീത തൂണീച്ച അക്ഷയസായകൗ തൂണി. തൂണി തൂണീ തൂണ്യ എന്നാവണം രൂപം. അപ്പം തൂണി എന്ന് പറയുമ്പോൾ ദ്വിവചനാണ്. അതുകൊണ്ടാണ് അക്ഷയസായകൗ. വില്ല് ഉണ്ടാവുമ്പോൾ വില്ല് വേണം, വില്ലിൻ്റെ പ്രയോഗം വേണമെന്നുണ്ടെങ്കിൽ അവിടെ അസ്ത്രങ്ങൾ വേണമല്ലോ. അപ്പോൾ അസ്ത്രങ്ങൾ ഒടുങ്ങാനും പാടില്ല.
അതാണ് അക്ഷയസായകൗ, അസ്ത്രങ്ങളൊടുങ്ങാത്ത 2 തൂണികളും കൊടുത്തു. അതായത് ഇടതുഭാഗത്തും വലതുഭാഗത്തും വെക്കാനുള്ള തൂണിയാവണം. തൂണി എന്ന് പറഞ്ഞാൽ ആവനാഴിയാണ്, തൂണീരം, തൂണി എന്നൊക്കെ പറയും. അതിൽ എത്ര അസ്ത്രം എടുത്താലും പിന്നെ ഉണ്ടാവും. അതാണ് അഗസ്ത്യൻ കൊടുത്ത തൂണീരത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ അത് രണ്ടും, വാള്, അമ്പ്, വില്ലൊടുങ്ങാത്ത 2 ആവനാഴികൾ, ഇതൊക്കെ അഗസ്ത്യൻ്റെ അനുഗ്രഹം കൊണ്ട് ശ്രീരാമൻ അവിടെ വെച്ച് കിട്ടുണ്ടായി. ഈ ദണ്ഡകാരണ്യത്തിൽ വെച്ച് കിട്ടി. മാത്രമല്ല അങ്ങനെ അവിടെ താമസിക്കുകയാണ് ശ്രീരാമൻ. എവിടെ? ദണ്ഡകവനത്തിൽ. രാമസ്യ വനചരൈ സഹ വനേ വസതസ്തസ്യ രാമസ്യ. അപ്പോൾ കാട്ടിൽ താമസിച്ച്, കാട്ടിൽ ഒറ്റയ്ക്കല്ല, വനചരന്മാരൊക്കെ ഉണ്ട്, കാട്ടാളന്മാർ, വേടന്മാരൊക്കെയാണ് ശ്രീരാമൻ അവിടെ കാട്ടിൽ സഹായത്തിനായിട്ടുള്ളത്. അവരുടെ കൂടെ കാട്ടിൽ വസിച്ചു കൊണ്ടിരിക്കുന്നവനായ രാമന് എല്ലാ തരത്തിലുള്ള സുരക്ഷകളും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആയുധങ്ങളൊക്കെ കൊടുത്തത്. അമ്പുണ്ട്, വില്ലുണ്ട്. വില്ലായിട്ടല്ല കൊടുത്തത്, തൂണിയാണ്. എപ്പോഴും സായകങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 തൂണികൾ, നല്ല മൂർച്ചയുള്ളൊരു വാള്, ഇതൊക്കെ ശ്രീരാമന് കൊടുത്തു എന്നർത്ഥം. എന്നിട്ട് പിന്നെന്താ ഉണ്ടായത്? 44-ാമത്തെ ശ്ലോകം നോക്കാം. ഋഷയോഭ്യാഗമൻ സർവേ വധായാസുരരക്ഷസാം സതേഷാം പ്രതിശുശ്രാവ രാക്ഷസാനാം തദാവനേ. അങ്ങനെ അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നവനായ ആ രാമൻ്റെ അടുത്തേക്ക് ആരാണ് വന്നത്? ഋഷിമാർ ശ്രീരാമൻ്റെ അടുത്തേക്ക് വന്നു. ഋഷയ അഭ്യാഗമൻ. അവർ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സർവേ ഋഷയ, ദണ്ഡകാരണ്യവാസികളായിട്ടുള്ള എല്ലാ ഋഷിമാരും തന്നെ ആസുരരക്ഷസാം വധായ അഭ്യാഗമൻ, രാമം അഭ്യാഗമൻ. ആ കാട്ടിൽ ഋഷിമാർക്കൊക്കെ എപ്പോഴും ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, അവരുടെ യാഗാദി കർമ്മങ്ങൾക്കൊക്കെ മുടക്കമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരായ അസുരന്മാരും രാക്ഷസന്മാരും, കാട്ടിലവരാണല്ലോ ധാരാളമുള്ളത്, അവരുടെയൊക്കെ വധം ആവശ്യപ്പെട്ടുകൊണ്ട്, വധായ, അവരെയൊക്കെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് ആക്രമണകാരികളായിട്ടുള്ള ഈ അസുരന്മാരെയും രാക്ഷസന്മാരെയും ഒക്കെ വധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഋഷിമാരൊക്കെ ശ്രീരാമൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ശ്രീരാമൻ എന്താ ചെയ്തത്? രാക്ഷസാനാം തേഷാം വധായ വനേ തഥാ സ പ്രതിശുശ്രാവ. ആ രാക്ഷസന്മാരെയൊക്കെ വധിച്ചോളാമെന്ന്, അതാണ് വനേ, വനത്തിൽ വസിക്കുന്നവരായിട്ടുള്ള, തേഷാം രാക്ഷസാനാം, അപ്രകാരം ഉപദ്രവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരായ രാക്ഷസന്മാരെ വധിച്ചോളാമെന്ന് ശുശ്രാവ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്തു. രാക്ഷസ നിഗ്രഹ പ്രതിജ്ഞയാണ് ശ്രീരാമൻ ചെയ്തത്. അടുത്ത ശ്ലോകത്തിലും ഇതന്നെയാണ് ഒന്നുകൂടി എടുത്തു പറയണത്. അത് അഗ്നിക്ക് മുമ്പിൽ വച്ചിട്ട് സത്യസന്ധമായിട്ടുള്ള പ്രതിജ്ഞ എടുത്തു. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. പ്രതിജ്ഞാതശ്ച രാമേണ വധസംയതി രാക്ഷസാം ഋഷീണാമഗ്നികൽപ്പാനാം ദണ്ഡകാരണ്യവാസിനാം. എല്ലാ ഋഷിമാരുടെയും സാന്നിധ്യത്തിൽ വച്ചിട്ടാണ് താൻ അത് മുഴുവനും ചെയ്തു കൊടുത്തോളാം, ഈ രാക്ഷസന്മാരെയും അസുരന്മാരെയും ഞാൻ വധിച്ച് നിങ്ങൾക്കിവിടെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കി തന്നോളാം എന്ന് വാക്ക് കൊടുക്കുന്നതായിട്ടുള്ളൊരു ശ്ലോകമാണ് ഇവിടെ പറയണത്. രാമേണ പ്രതിജ്ഞാത, രാമനാൽ പ്രതിജ്ഞ ചെയ്യപ്പെട്ടു, രാമനാൽ സത്യം ചെയ്യപ്പെട്ടു. എന്താണ് സത്യം ചെയ്യപ്പെട്ടത്? സംയതി രക്ഷസാം വധ. സംയതി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ഈ അസുരന്മാരും രാക്ഷസന്മാരുമൊക്കെ ആയിട്ട് യുദ്ധം ചെയ്തിട്ട് എന്തു ചെയ്തോളാം? അവരെ വധിച്ചോളാം എന്ന് രാമനാൽ ഈ ഋഷിമാരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് സത്യം ചെയ്തു. അഗ്നിസാക്ഷിയായിട്ട് സത്യം ചെയ്യാനുണ്ടായത്. എങ്ങനെയുള്ള ഋഷിമാരായിരുന്നു? ദണ്ഡകാരണ്യവാസിനാം അഗ്നികൽപ്പാനാം ഋഷീണാം പുരത. അങ്ങനെയൊക്കെ വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് വർണ്ണിക്കേണ്ടി വരും. ഇതിൽ ചില വാക്കുകളൊന്നും കാണാനില്ല. അപ്പോൾ അഗ്നിതുല്യരായിട്ടുള്ള ഋഷിമാരുടെ മുമ്പിൽ വച്ചുകൊണ്ട്, എവിടെയുള്ള ഋഷിമാരാണ്? ദണ്ഡകത്തിൽ വസിക്കുന്നവരായിട്ടുള്ള മുനിമാർ. ആ മുനിമാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് സത്യം ചെയ്യാണ് രാമൻ ചെയ്തത്. യുദ്ധം ചെയ്ത് ഈ കാട്ടിലുള്ളതായ ആക്രമണകാരികളായിട്ടുള്ള അസുരന്മാരെയും രാക്ഷസന്മാരെയും താൻ വധിച്ചോളാം എന്ന്.
എന്നാൽ നമുക്കൊരു തോന്നലുണ്ടാവാം, ഇത്രയ്ക്ക് ശക്തമായിട്ടുള്ള തപസ്സൊക്കെ ചെയ്ത് കഠിനമായിട്ടുള്ള ആജ്ഞാശക്തിയും തപശക്തിയും ഒക്കെ ഉള്ളവരായിട്ടുള്ള ഈ മുനിമാർക്ക് ഇതൊക്കെ ചെയ്തുകൂടെ? എന്തിനാണ് ഇതൊക്കെ ശ്രീരാമനെ കൊണ്ട് ചെയ്യിക്കണത്? ഇത്ര കാലമായിട്ട് അവരെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവരവിടെ കൂടിയിരുന്നത് എന്ന കുറേ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരാം. ഇതിന് ഉത്തരം പറയാന്നുണ്ടെങ്കിൽ ബ്രാഹ്മണർ അങ്ങനെ വധിക്കാനായിട്ട് അല്ലെങ്കിൽ ഋഷിമാർ അങ്ങനെ വധിക്കാനായിട്ട് നടക്കുന്നവരല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് ക്ഷത്രിയൻ്റെ കർമ്മമാണ്, ക്ഷത്രിയൻ്റെ പ്രവൃത്തിയാണ്. അത്രയും കാലം പല ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് തന്നെയായിരിക്കണം അവർ കാട്ടിൽ താമസിച്ചിരുന്നത്. ശ്രീരാമൻ വന്നപ്പോൾ അവർക്കൊക്കെ വലിയൊരു സംരക്ഷണമായി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെല്ലാവരും ശ്രീരാമൻ്റെ അടുത്തേക്ക് വരും ചെയ്തു. ശ്രീരാമൻ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടിയും ഭംഗിയായിട്ട് രാജ്യത്തിന് രക്ഷയ്ക്ക് വേണ്ടിയിട്ടും രാജ്യത്തിൻ്റെ സമൃദ്ധിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഋഷിമാരെ യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നത്, അല്ലാതെ അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇത്തരം കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ കാളിദാസനൊക്കെ പറയും, തപോവനങ്ങൾ ഒരു രാജ്യത്ത് സംരക്ഷിക്കുന്നത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തിലെ ദുഷ്യന്തൻ തൻ്റെ വിദൂഷകനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇവർ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികൾ തന്നെ രാജ്യത്തിൻ്റെ വലിയ സുരക്ഷയാണ്. അതായത് കണ്വൻ്റെ ആശ്രമത്തിലെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് പറയുമ്പോൾ അപ്പോൾ അതുപോലെ ഈ ആശ്രമങ്ങളിലെ തപോവനങ്ങളിലുള്ളതായ പ്രവർത്തനങ്ങൾ കേവലം അവരുടെ, അതായത് ഋഷിമാരുടെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ടല്ല, അത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുമ്പോൾ ഇവരുടെ സംരക്ഷണം കൂടി അതിൽ പെടും. വളരെ ആഗ്രഹത്തോടു കൂടി ഇരുന്ന സമയത്താണ് ഇതൊക്കെ എങ്ങനെയെങ്കിലും നന്നായി കൊണ്ടു നടക്കണമെന്ന് ഈ ഋഷീശ്വരന്മാർ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കണം ശ്രീരാമൻ സത്യം പരിപാലിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് എത്തിയതും. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി ചേർന്ന് തങ്ങളുടെ രാജാവാണല്ലോ, രാജാവിനോട് പോയി ഉണർത്തിക്കാലോ, അങ്ങനെ അവരുടെ സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷ, അതല്ലെങ്കിൽ യാഗാദി കർമ്മങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാനുള്ളതായ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി തരണമെന്നാണ് അവരാവശ്യപ്പെട്ടത്. അങ്ങനെ അവരുടെ മുമ്പിൽ വച്ചിട്ട് അവരെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ ശ്രീരാമൻ പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ കാട്ടിൽ വച്ചിട്ട് ഇനി മറ്റൊരു സംഭവത്തിലേക്ക് കടക്കുകയാണ്. 46-ാമത്തെ ശ്ലോകത്തിൽ തേന തത്രൈവ വസതാ ജനസ്ഥാന നിവാസിനി വിരൂപിതാ ശൂർപ്പണഖ രാക്ഷസീ കാമരൂപിണി. തത്ര വസതാ തേന, അവിടെ താമസിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിനാൽ, തേന എന്ന് പറഞ്ഞാൽ ശ്രീരാമനെ പറ്റി തന്നെയാണ് പറയണത്. ശരിക്കും ശ്രീരാമനല്ല, ലക്ഷ്മണനാണ് ശൂർപ്പണഖയെ എതിരിട്ടതെങ്കിലും ഇവിടെ രാമനാൽ ചെയ്യപ്പെട്ടു എന്നുള്ള രീതിയിലാണ് പറയണത്. അങ്ങനെ അവിടെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനസ്ഥാന നിവാസിനി കാമരൂപിണി രാക്ഷസീ ശൂർപ്പണഖ വിരൂപിത. ജനസ്ഥാനം എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് താമസിക്കുന്നവളായ ശൂർപ്പണഖ എന്നു പേരുള്ള കാമരൂപിണിയായ ഒരു രാക്ഷസി. കാമരൂപിണി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ രൂപം മാറാൻ പറ്റുന്നവൾ. ഇപ്പോൾ തനിക്ക് ഒരു സുന്ദരിയായിട്ടുള്ള, ഒരു ലളിതയായിട്ടുള്ള സ്ത്രീയായി തീരണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ രൂപം മാറാം. എനിക്ക് ഒരു മൃഗമായി തീരണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ രൂപം മാറാം. അങ്ങനെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് രൂപം മാറി നടക്കുന്നവളെയാണ് കാമരൂപിണി എന്ന് പറയുക. അല്ലാതെ കാമവുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. കാമം എന്ന് വെച്ചാൽ സ്വേച്ഛ എന്നാണ് അർത്ഥം. സ്വേച്ഛയ്ക്കനുസരിച്ച് രൂപം മാറി നടക്കുന്നവളായ ഒരു രാക്ഷസിയായിട്ടുള്ള ശൂർപ്പണഖ. അങ്ങനെ തന്നെയാണല്ലോ രൂപം മാറി നല്ല സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണായിട്ടാണല്ലോ ശ്രീരാമൻ്റെ അടുത്തേക്ക് ആദ്യം വരണത്. ശ്രീരാമൻ്റെ കാല് കണ്ട് മതിമറന്നാണ് വരണത് എന്നൊക്കെ ആണ് പറയണത്. അങ്ങനെ രൂപം മാറി വന്നവളായ ആ ശൂർപ്പണഖയെ അവിടെ വെച്ചുകൊണ്ട്, ആ കാട്ടിൽ വെച്ചുകൊണ്ട് തന്നെ അവളെ വിരൂപയാക്കുകയും ഉണ്ടായി. അതാണ് ആ ശൂർപ്പണഖ എന്ന പേരുള്ള രാക്ഷസിയെ, കാമരൂപിണിയായിട്ടുള്ള രാക്ഷസിയെ വിരൂപിത, രാമനാൽ വിരൂപം ആക്കി തീർക്കുകയും ചെയ്തു. അവളെ വികലാംഗയാക്കി, അവളുടെ മൂക്കും മുലയും അരിയുകയാണ് ചെയ്തത്. അത് ലക്ഷ്മണനാണ് ചെയ്തത്. മൂക്ക് മുറിച്ചത് ലക്ഷ്മണനാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ അതെടുത്ത് പറയുന്നില്ല, കഥ പറഞ്ഞു പോണേ ഉള്ളൂ. അങ്ങനെ ഒരു സംഭവം കൂടി അവിടെ താമസിക്കുമ്പോൾ ഉണ്ടായി. ഈ രാക്ഷസന്മാരെയൊക്കെ ഇല്ലായ്മ ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശൂർപ്പണഖയെയും ഇങ്ങനെ വിരൂപയാക്കിയത്. ഇനി അതിനെ തുടർന്നുള്ള യുദ്ധങ്ങളൊക്കെ അടുത്ത ദിവസം നമുക്ക് വർണ്ണിക്കാം. ഇന്നത്തെ ഈ 6 ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. പ്രവിശ്യതു മഹാരണ്യം രാമോ രാജീവലോചന
വിരാധം രാക്ഷസം ഹത്വാ ശരഭംഗം ദദർശഃ സുതീക്ഷ്ണം ചാപ്യഗസ്ത്യം ച അഗസ്ത്യഭ്രാതരം തഥാ അഗസ്ത്യവചനാച്ചൈവ ജഗ്രാഹ ഇന്ദ്രം ശരാസനം ഖഡ്ഗം ച പരമപ്രീതസ്തൂണീ ചാക്ഷയസായകൗ വസതസ്തസ്യ രാമസ്യ വനേ വനചരൈः സഹ ഋഷയോഭ്യാഗമൻ സർവേ വധായാസുരരക്ഷസാം സ തേഷാം പ്രതിശുശ്രാവ രാക്ഷസാനാം തദാ വനേ പ്രതിജ്ഞാതശ്ച രാമേണ വധസംയതിരക്ഷസാം ഋഷീണാമഗ്നികൽപ്പാനാം ദണ്ഡകാരണ്യവാസിനാം തേന തത്രൈവ വസതാ ജനസ്ഥാനനിവാസിനി വിരൂപിതാ ശൂർപ്പണഖാ രാക്ഷസീ കാമരൂപിണി. 45-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഋഷീണാം അഗ്നികൽപ്പാനാം എന്ന്. അഗ്നി തുല്യരാണ് ഋഷിമാർ. അവർ അഗ്നി പോലെയാണ്. അവർ അഗ്നി പോലെ എന്ന് പറയുമ്പോൾ അഗ്നിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുകയാണ്, കത്തിച്ച് കളയുക, ഭസ്മസാൽക്കരിക്കുകയാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ ആരെയും ഒന്നും ചെയ്യണില്ല എന്നുള്ളത് അവരുടെ കർമ്മമല്ല, അവരുടെ ധർമ്മമല്ല ഈ ആസുര നിഗ്രഹം അല്ലെങ്കിൽ രാക്ഷസ നിഗ്രഹം അല്ലെങ്കിൽ വധം എന്നുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. അത് രാജാക്കന്മാരുടെ കർത്തവ്യമാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ശ്രീരാമനോട് ഇത് ആവശ്യപ്പെട്ടത്. അങ്ങനെ വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന ഈ ശ്ലോകങ്ങളൊക്കെ തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.